എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ മാധുരയും ആസ്രാമയും അവർ രണ്ടുപേരും അങ്ങനെ പൊരിഞ്ഞ ഫൈറ്റിലാണ്. മാധുര പറയും, ഇത്തവണ നിനക്ക് എന്നെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം അത്രയും പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. എന്റെ പവറിന്റെ മുൻപിൽ നീ ഒന്നും അല്ലാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ ഉഷാറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വന്ന് ആഞ്ഞു വെട്ടും. പക്ഷെ ഇത്തവണ പതിവിന് വിപരീതമായിട്ട് ആസ്രാമയായിരിക്കും താഴേക്ക് വീഴുക. അപ്പോൾ ഒരു സെക്കൻഡ് വീണ്ടും അവർ പഴയ മെമ്മറീസ് അത് ആലോചിക്കും. അവർ രണ്ടുപേരും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തതും അവരുടെ ഡ്രീംസ് അത് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. സാക്ഷാൽ ഹാസ്രാമ മാധുരയുടെ പുറത്ത് അങ്ങനെ വലിയൊരു കത്തി കുത്തിയിറക്കി നിൽക്കുകയാണ്. മാധുര മുൻപിലേക്ക് നോക്കും. മുൻപിൽ കണ്ട ഹാസ്രാമ അത് റിയൽ ഹാസ്രാമയല്ല, അവന്റെ വുഡ് ചിപ്സും ആണ്. അത് അവന്റെ വുഡ് ക്ലൗൺ ആണ്. മാധുര ആണെങ്കിൽ ഷോക്കായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ആസറാമ പറയും, എന്റെ ജീവൻ കൊടുത്തും എന്റെ വില്ലേജിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും, ആര് വിചാരിച്ചാലും അത് തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ മാധുരയെ താഴേക്കിടും. ഒരുപാട് ദേഷ്യവും വേദനയും കടിച്ചമർത്തി മാധുര പറയും, ഹാസറാമ നീ ഒരുപാട് ചേഞ്ച് ആയി പോയി. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. ഹാസറാമ പറയും, അന്ന് അവിടെ വെച്ച് മാധുരയെ ഞാൻ കൊന്നു. മാധുര എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അവനെ കൊന്നതില് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ വീണ്ടും എങ്ങനെ തിരിച്ചു വന്നു എന്ന് മാത്രം എനിക്കറിയില്ല. ഞാനെല്ലാം ചെയ്തത് ഞങ്ങളുടെ വില്ലേജിന് വേണ്ടിയാണ്. എന്റെയും മാധുരയുടെയും സ്വപ്നമായിരുന്നു ആ ഒരു വില്ലേജ്. അതിനുശേഷം ലീഫ് വില്ലേജിലേക്ക് വീണ്ടും ഒരുപാട് ക്ലാനുകൾ ജോയിൻ ചെയ്തു. എല്ലാവർക്കും ഓരോ ലക്ഷ്യമുണ്ടായിരുന്നു. ആക്ച്വലി ഓരോ ഷിനോബികൾക്കും ഓരോ പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. ഒരു ഷിനോബി ആയിരുന്ന എന്റെ ലക്ഷ്യം ലീഫ് വില്ലേജ് കണ്ടുപിടിക്കുക, അത് ക്രിയേറ്റ് ചെയ്യുക, അയക്കുക എന്നതായിരുന്നു. ഞാൻ എന്റെ ലക്ഷ്യം അത് കറക്റ്റായിട്ട് പൂർത്തിയാക്കി. പക്ഷെ മാധുരയ്ക്ക് അവന്റെ ലക്ഷ്യം അത് മറ്റെന്തോ ആയിരുന്നു. അതിന്റെ പിന്നാലെ ആയിരുന്നു അവനവന്റെ ലൈഫ് മുഴുവൻ ഓടിക്കൊണ്ടേയിരുന്നത്. ഒരു പക്ഷേ മാധുര പറഞ്ഞ ആ ഒരു ഇൻഫിനിറ്റി സുക്കിനോമി, അതായത് ലോകം മുഴുവൻ ഒരേ ഒരു വലിയ കെഞ്ചിപ്സുവിന്റെ കീഴെ ഒതുങ്ങിക്കൂടുന്ന ആ ഒരു സന്ദർഭം, ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം മാധുരയുടെ ഡ്രീം. ആ ഡ്രീം വേൾഡില് ആരൊക്കെ എന്തൊക്കെ ആഗ്രഹിക്കുന്നോ അത് മുഴുവൻ ലഭിക്കും. അവിടെ പക, വെറുപ്പ്, ബഹളങ്ങള്, വഴക്ക്, വാറ് എന്നിവയൊന്നും ഉണ്ടാവില്ല എന്നാണ് മാധുര ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് കേട്ട് ഇപ്പൊ സാസുക അവനവന്റെ പപ്പയെ ആലോചിക്കും. പപ്പ അവസാനമായിട്ട് ഹിറ്റാച്ചിയോട് പറഞ്ഞ കാര്യം, ഹിറ്റാച്ചി നമ്മുടെ ക്ലാൻ അത് ഉച്ചിഹയാണ്. സോ നീ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഉച്ചിഹ ക്ലാനിന് തന്നെയാണ്. പക്ഷെ ഹിറ്റാച്ചി അവൻ തെരഞ്ഞെടുക്കുക ലീഫ് വില്ലേജിന്റെ പ്രൊട്ടക്ഷൻ ആയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ലീഫ് വില്ലേജിന്റെ ചീഫ് ഒഫീഷ്യൽസ് അവരിപ്പോ എല്ലാവരും ചേർന്ന് വളരെ കാര്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാണ്. ഡാസോ പറയും, ഇനിയും ഇങ്ങനെ പോയാ അത് ലീഫ് വില്ലേജിനെ തന്നെ വളരെ ബാഡായിട്ട് ബാധിക്കും. സോ എത്രയും പെട്ടെന്ന് ആ ഉച്ചിഹ ക്ലാൻ അത് നശിപ്പിക്കണം. അതിന് തേർഡ് ഹോക്കാഗ പറയും, ഇത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. നമ്മുടെ മുൻപിൽ ഇനിയും സമയമുണ്ട്, മറ്റൊരുപാട് വഴികൾ അവശേഷിക്കുന്നുണ്ട്. അതിന് ഡാസോ തീർത്തു പറയും, നമ്മുടെ മുൻപിൽ സമയം ഒട്ടുമില്ല. ഏത് നിമിഷം വേണമെങ്കിലും ഉച്ചിഹ ക്ലാന്റെ കയ്യിൽ നിന്ന് ഒരടി നമ്മൾ പ്രതീക്ഷിക്കണം. വേണമെങ്കിലും അത് സംഭവിക്കാം. അവരെന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ വേണം ആദ്യത്തെ സ്റ്റെപ്പ് അതെടുത്തു വെക്കാൻ. ഹിറ്റാച്ചി ആണെങ്കിൽ അവർക്ക് രണ്ടുപേരുടെ ഇടയിൽ പകച്ചു നിൽക്കുകയാണ്. ഒടുവില് വേറെ വഴിയില്ലാതെ അവര് പറഞ്ഞതനുസരിച്ച് വില്ലേജ് അത് തകർത്ത് കളയാൻ അവൻ തീരുമാനമെടുത്തു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അച്ഛനെയും അമ്മയും കൊല്ലാൻ നിൽക്കുമ്പോൾ പോലും അവന്റെ കൈ അത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പപ്പ അവനോട് പറയും, അവസാനം നീ വില്ലേജിന്റെ കൂടെ നിൽക്കാം എന്ന് തീരുമാനിച്ചല്ലേ? നിന്റെ തീരുമാനം അതെന്താണെങ്കിലും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സോ നിന്റെ കൈകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരേ ഒരു കാര്യം നീ മറക്കരുത്, നിന്റെ അനുജൻ സാസുക, അവനെ മാത്രം നീ വിട്ടുകളയാനോ ഉപദ്രവിക്കാനോ പാടില്ല. അവൻ ആവശ്യമായിട്ടുള്ളതെല്ലാം നീ കൊടുക്കണം. അവനെ എല്ലാ സ്നേഹത്തോടും കൂടെ വളർത്തിയെടുത്ത് നല്ലൊരാളാക്കി മാറ്റണം. അത് കേട്ട് ഹിറ്റാച്ചി കരയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സാസുക അവന്റെ ബ്രദർ ഹിറ്റാച്ചിയെ കൊന്നുകളഞ്ഞു. ലീഫ് ഷിനോബികള് അവര് വട്ടം കൂടിയിരുന്നു പറയും, ഹിറ്റാച്ചി അവൻ കൊല്ലപ്പെട്ടു. അവനെ കൊന്നത് മറ്റാരുമല്ല, സാക്ഷാൽ അവന്റെ ബ്രദർ സാസുക തന്നെയാണ്. സാസുകയ്ക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. അവൻ കൈ ചുരുട്ടി അവരിടിക്കാൻ റെഡിയാവും. സാസുകയ്ക്ക് അവന് മാത്രമേ അവന്റെ ചേട്ടന്റെ ഗ്രേറ്റ്നെസ് അത് കറക്റ്റായിട്ട് അറിയൂ. ഇപ്പൊ അവരെ പുച്ഛിക്കുന്ന ലീഫ് വില്ലേജിന് വേണ്ടിയാണ് അവന്റെ ചേട്ടൻ ഹിറ്റാച്ചി ഇതൊക്കെ ചെയ്തത്. സ്വന്തം ക്ലാനിനെയും പാരൻസിനെയും അവസാനം അവന്റെ ജീവൻ പോലും എടുത്തത് ഈ ലീഫ് വില്ലേജിന് വേണ്ടി മാത്രമാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് സാസുക അവൻ പറയും, നിങ്ങൾ കഴിഞ്ഞ ഒക്കെ ലീഫ് വില്ലേജിനെ സ്നേഹിച്ചതും പ്രൊട്ടക്ട് ചെയ്തതും
എന്റെ ചേട്ടൻ ഹിറ്റാച്ചിയാണ്. ടോബിറാമ പറയും ഒരിക്കലുമല്ല, നിന്റെ ചേട്ടനെ കഴിഞ്ഞും ലീഫ് വില്ലേജിനെ സ്നേഹിച്ചവരും പ്രൊട്ടക്ട് ചെയ്തവരും നിന്റെ ചേട്ടനെ പോലെ തന്നെ ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്ത മറ്റൊരാൾ കൂടെ ഉണ്ട്, കാഗറമി. അവനാണ് ഉച്ചിഹ ക്ലാനിൽ തന്നെ ഉണ്ടായിരുന്ന എന്റെ അസിസ്റ്റന്റ്. അത് കേട്ട് സാസുക ഷോക്കാവും. സാസുക ചോദിക്കും, നിങ്ങൾക്ക് ആക്ച്വലി ഉച്ചിഹ ക്ലാനിനോട് തീർത്താൽ തീരാത്ത വെറുപ്പായിരുന്നില്ലേ? പിന്നെങ്ങനെ നിങ്ങൾക്ക് ഉച്ചിഹ ക്ലാനിൽ നിന്നും ഒരു അസിസ്റ്റന്റിനെ കിട്ടി? അതിനാവും പറയും, എനിക്ക് ഉച്ചിഹ ക്ലാനിലുള്ള എല്ലാവരോടും വെറുപ്പില്ലായിരുന്നു. എന്നെയും എന്റെ വില്ലേജിനെയും ബാധിക്കുന്നവരോട് മാത്രമായിരുന്നു എനിക്ക് ദേഷ്യം. ഏതൊക്കെ ക്ലാനുകളാണോ ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞത് അവരെ എല്ലാം തന്നെ ഞാൻ തകർക്കാൻ ശ്രമിച്ചു. ആക്ച്വലി കാഗമിക്കും ഹിറ്റാച്ചിക്കും ലീഫ് വില്ലേജിനോട് വലിയൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഹിറ്റാച്ചി അവൻ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകളാണ് മാധുര ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ച് ഇപ്പൊ അവനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അപ്പൊ തേർഡ് ഹോക്കാകെ ആള് പറയും, ഞാൻ എല്ലാവരോടും വളരെ നന്നായിട്ട് തന്നെയാണ് പെരുമാറിയത്. ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള വേർതിരിവ് ഞാൻ ഒരു ക്ലാനിലുള്ള ആൾക്കാരോട് കാണിച്ചിട്ടില്ല. എനിക്ക് പറ്റിയ തെറ്റ് അതൊന്നു മാത്രമാണ്. ഞാൻ ആ ഡാസോയെ കൂടുതൽ വിശ്വസിച്ചു. അവൻ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ അതുപോലെ തന്നെ വിഴുങ്ങി ഗ്രാമത്തെ വലിയൊരു ഇരുട്ടിലേക്ക് കൊണ്ടുപോയി. അത് കേട്ട് സാസുക അവൻ പല്ല് കടിച്ച് ഇപ്പൊ ഒരുപാട് ദേഷ്യത്തിൽ പറയും, അതുകൊണ്ട് തന്നെയാണ് ഡാസോ എന്ന യഥാർത്ഥ വില്ലനെ തിരിച്ചറിഞ്ഞ് അവനെ ഞാൻ കൊന്നുകളഞ്ഞത്. തേർഡ് ഹൊക്കാക പറയും, ഞാൻ ഈ ഹൊക്കാക പദവി കൊണ്ട് ഒരുപാട് പേരെ നഷ്ടപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ അത് ഞാനാണ്. ഫോർത്ത് ഹൊക്കാക പറയും, ഒരിക്കലുമല്ല. ആ ഒരു 9 ടൈൽ അറ്റാക്കില് ഞാൻ മരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊട്ടക്ഷനും ഞാൻ നിങ്ങൾക്ക് തന്നേനെ. ഉടനെ ഒറോച്ചിമാറു അവൻ ചോദിക്കും, നിന്റെ ക്വസ്റ്റ്യൻ ആൻസർ അതൊക്കെ കംപ്ലീറ്റ് ആയില്ലേ? ഇനിയെങ്കിലും സാസുക നിന്റെ തീരുമാനം പറയും. നിനക്ക് ആ ലീഫ് വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യണോ അതോ ഡിസ്ട്രോയ് ചെയ്യണോ? അത് കേട്ട് സാസുക അവൻ വീണ്ടും ഇപ്പൊ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കിലെ ഹിറ്റാച്ചി പറയും, എനിക്കറിയാം നിനക്കെന്നോട് ഒരുപാട് ദേഷ്യമാണെന്ന്. നീ എന്നെ എത്രയൊക്കെ വെറുത്താലും അതിന് 10 മടങ്ങായി ഞാൻ നിന്നെ സ്നേഹിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അവസാനം സാസുകയെ അടിച്ച് ഹിറ്റാച്ചി കടന്നു പോകുമ്പോഴും ഹിറ്റാച്ചി സാസുകയെ ഓർത്ത് ഒരുപാട് വേദനയിൽ കരഞ്ഞുകൊണ്ടാവും അങ്ങനെ നടന്നു പോവുക. ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ഹിറ്റാച്ചി സാസുകയെ കൊണ്ട് അവന് വെറുപ്പിച്ചു കൊണ്ടേയിരുന്നു. സാസുകയുടെ വെറുപ്പ് അത് കൂടിക്കൂടി സാസുകയുടെ കൈകൊണ്ട് തന്നെ ഹിറ്റാച്ചി കൊല്ലപ്പെട്ടു. അതിനുശേഷം റീആനിമേറ്റഡ് ആയി തിരികെ വന്നപ്പോഴാണ് എല്ലാ സത്യവും ഹിറ്റാച്ചി സാസുകയോട് പറയുക. അവസാനം ഹിറ്റാച്ചി വീണ്ടും ഇപ്പൊ സാസുകയെ അവനെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഞാൻ അന്നും ഇന്നും എന്നും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് സമയമില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് ബാറ്റിൽ ഫീൽഡിലേക്ക് പോണെന്ന് പറഞ്ഞ് അവൻ കടന്നു പോവും. കട്ട് ചെയ്താ ഇപ്പൊ സാസുക അവൻ അടിച്ചു പറയും, ഞാനും എന്റെ ചേട്ടന്റെ പാതയിൽ മുൻപോട്ട് പോവാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് ആ വാർ തടയണം. ഒരാളെ പോലും വില്ലേജിന്റെ മേലെ കൈവെക്കാൻ ഞാൻ അനുവദിക്കില്ല. അത് കേട്ട് ഇപ്പൊ 4 ഹൊക്കാകമാർക്കും ഒരുപാട് സന്തോഷാവും. തേർഡ് ഹൊക്കാക ആൾ ഒറോച്ചിമാറുവിനോട് ചോദിക്കും, നീ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? നീ സാസുകയുടെ വഴി അത് തെരഞ്ഞെടുക്കും എന്നല്ലേ ഇത്രയും നേരവും ഞങ്ങളോട് പറഞ്ഞത്? അതിന് ഹിറ്റാച്ചി അവൻ പറയും, എന്റെ വാക്കില് യാതൊരു മാറ്റവും ഇല്ല. അങ്ങനെ എല്ലാവരും വലിയൊരു ടീമായി മാറി ഇപ്പൊ ബാറ്റിൽ ഫീൽഡിലേക്ക് വരും. അപ്പോഴായിരിക്കും കരീന അവൾ അവിടേക്ക് ചാടി വീണ് ഇപ്പൊ സുഗട്സുവെ അറഞ്ച പൊറഞ്ച് ഇട്ടിക്കുക. അത് കണ്ട് സാസുക അവനിപ്പോ കരീനയോട് മാപ്പ് പറയും. അത് കേട്ട് അവൾ ഡൗൺ ആവും. അവൾ അങ്ങനെ നടന്നു വന്ന് ഒറോച്ചിമാറുവിന്റെ മുൻപിൽ നിൽക്കും. അവൾ ഒറോച്ചിമാറുവിനോട് പറയും, സാസുക അവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. അതിന് ഒറോച്ചിമാറു ചിരിക്കും, എന്നെ അവൻ കൊല്ലാൻ ശ്രമിച്ചു, എന്നെ ഓൾറെഡി അവൻ കൊന്നുകളഞ്ഞു. ഇതിലൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. അതേസമയം തേർഡ് ഹൊക്കാക ആളിപ്പോഴും വലിയ കൺഫ്യൂഷനിലാണ്. ആൾ ഒറോച്ചിമാറുവിനോട് ചോദിക്കും, നീ ഇത്രയും കാലവും ലീഫ് വില്ലേജിനെ തകർക്കണം എന്നല്ലേ ആഗ്രഹിച്ചത്? അതിന് ഒറോച്ചിമാറു ആള് പറയും, ഞാൻ കബൂട്ടോയുടെ ബോഡിയിൽ ഇരുന്നപ്പോഴാണ് കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. ഞാൻ ഇത്രയും കാലവും ഒരു തെറ്റായ വഴിയിലായിരുന്നു പോയതെന്ന് എനിക്ക് അതിലൂടെ മനസ്സിലായി. അതുകൊണ്ടാണ് സാസുകയുടെ വഴി അതെന്തായാലും ഞാൻ ഏറ്റെടുക്കാം എന്ന് തീരുമാനിച്ചത്. അടുത്ത സെക്കൻഡ് അവരെല്ലാവരും ഒറ്റക്കെട്ടായി ആ വാർ തടയാൻ ഇപ്പൊ മാതൃയ്ക്ക് നേരെ അങ്ങനെ പാഞ്ഞടുക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.